ആഴ്ച നമ്മളിപ്പോൾ കുറച്ച് 50 രൂപയുടെ കുറച്ച് കണവ ഇട്ടിട്ടുണ്ട്, അഥവാ കൂന്തലെന്ന് പറയും. അപ്പോൾ നമുക്കത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിലായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ്. കഴുകുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, എല്ലാ പ്രാവശ്യം കഴുകുന്ന വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ബോറടിക്കത്തില്ല. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ എടുത്തു. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എന്നാണ്, ചെറിയ പീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് നമുക്കറിയാമല്ലോ. പിന്നെ പച്ചമുളക് കട്ട് ചെയ്തത്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടാണ് ഇനി തോരൻ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ പതിവ് പോലെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കടുകിട്ട് കൊടുക്കുക. എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ കടുകിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിയില്ലെങ്കിൽ നമുക്ക് അഴിക്കുമ്പോഴത്തേക്ക് ചെവ കാണും. കടുകിട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതെല്ലാം കൂടെ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ കൂന്തൽ അഥവാ കണവ, ഞങ്ങൾ കണവയെന്നാണ് പറയുന്നത്, പല നാട്ടിലും പല പേരുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതിന് കൂന്തൽ എന്ന് പറയുന്ന പേരുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് നമ്മളിനി ഈ എണ്ണയിലിട്ട് വഴറ്റേണ്ടി വരും. അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിടണം. ഉപ്പ് വറ്റി വന്നതിന് ശേഷം ഉപ്പ്, പിന്നെ തേങ്ങ, നമ്മളെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഐറ്റംസ്, കറിവേപ്പില, ഇതെല്ലാം കൂടെ അരച്ചെടുത്തതും കൂടെ ഇട്ട് റെഡിയായി. ഇത്രയേ ഉള്ളൂ നമ്മളെ കറി. പിന്നെ നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന കുരുമുളക് പൊടിയുണ്ട്, അതിനെ കാണിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ കറി റെഡിയായിട്ടുണ്ട്. കറിയല്ല, തോരൻ. നമുക്കിതിൽ കാണുമ്പോഴത്തേക്ക് നമുക്കത്ര ഫിനിഷിട്ടായിട്ട് തോന്നില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ ആ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.